എടക്കരയിൽ മലപ്പുറം ജില്ലയിലെ എടക്കരയിൽ 980-ൽ 40ഓളം കുടുംബം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയി, ഖുർആനെ ഒഴിവാക്കി പോയി. ആ സമയത്ത് ശംസുലമയെ ക്ഷണിക്കാൻ വേണ്ടി എന്റെ ബാപ്പയുള്ള അടക്കമുള്ള ആളുകൾ വന്നു. വരാന്ന് പറഞ്ഞ് ഞാൻ വരാം, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്, ഞാൻ സ്റ്റേജിൽ കയറിയാ പിന്നൊരാൾ സ്റ്റേജിൽ ഉണ്ടാകാൻ പാടില്ല. ഇതേപ്പറ്റി തൃപ്പനച്ചി മുഹമ്മദ് മുസ്ലിയാര് തന്റെ മുരീരന്മാരോട് പറഞ്ഞ്, അങ്ങനെ അന്ന് അവർ പറയാനുള്ള കാരണം അവിടെ ആ സ്റ്റേജിന്റെ മുകളിൽ ഹബീബായ റസൂലുണ്ട് പ്രസംഗം കഴിയുന്നവരെ. കേട്ടല്ലോ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ട് എന്നിട്ട് സ്റ്റേജും വരുന്നു എന്നാണ്. അപ്പോൾ ഇതാണ് അവരുടെ വിശ്വാസം. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു. അപ്പോൾ അവരുടെ വിശ്വാസപ്രകാരം എന്താ, മരണപ്പെട്ട ഒരാൾ കേൾക്കും, അയാൾക്ക് എന്ത് ചെയ്യും, അയാൾക്ക് സംസാരിക്കാൻ കഴിയും, പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ച ഉടനെ അവിടെ 3 പ്രശ്നങ്ങളുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് 3 പ്രശ്നങ്ങൾ പണ്ഡിതന്മാർ പറയുന്നുണ്ട്. അതിൽ ഒന്നെന്താ, നബി മരിച്ച ഉടനെ ഉമർ റളിയല്ലാഹു അൻഹു പറയും നബി മരിച്ചിട്ടില്ല. ഇങ്ങനത്തെ സ്വഹാബികളെല്ലാവരും നബി മരിച്ചു എന്ന് വിശ്വസിക്കുന്നു. ഉമർ റളിയല്ലാഹു അൻഹു നബി മരിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്, മൂസാ നബി. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പോയി ചോദിച്ചോ,